ഹായ് ഓൾ, വെൽക്കം ടു എൻട്രി. ഇന്നത്തെ വീഡിയോ വർക്കിംഗ് പ്രൊഫഷണൽസിനുള്ള ഒരു വീഡിയോ ആണ്. അപ്പൊ നമുക്കിതാ നമ്മുടെ കേന്ദ്ര സർക്കാർ ജോലികളുടെ നോട്ടിഫിക്കേഷൻസും കാര്യങ്ങളൊക്കെ വരാറായിട്ടുണ്ട്. നമ്മുടെ SSC CGL തന്നെ നോട്ടിഫിക്കേഷൻസ് നമുക്ക് എന്തായാലും ഉടനെ തന്നെ പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു എക്സാമിന് അല്ലെങ്കിൽ ഇനി വരുന്ന നമ്മുടെ SSC ഇപ്പോ CGL മാത്രമല്ല CHSL ഉണ്ട്, അതുപോലെ MTS ഉണ്ട്. അപ്പൊ ഏതെങ്കിലും ഒരു കേന്ദ്ര സർക്കാർ ജോലിയിലേക്ക് എന്നുള്ള ഒരു എയിം കൊണ്ട് നടക്കുന്ന കുറേ പേരുണ്ട് അല്ലെ. അതിൽ ഉൾപ്പെടുന്ന ആൾക്കാരാണ് വർക്കിംഗ് പ്രൊഫഷണൽസ് അഥവാ ഡെയിലി ജോലിക്ക് പോകുന്ന ആൾക്കാർ. അപ്പോൾ ഡെയിലി ജോലിക്ക് പോയി എങ്ങനെയാണ് നമുക്ക് ഈ പറയുന്ന നമ്മുടെ സ്റ്റഡിയും കൂടെ നമുക്ക് ഇതിനകത്ത് മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നത് എന്നുള്ളത് നമുക്കൊരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു അനാലിസിസ് നോക്കാം. ഒരു SSC CGL നമുക്ക് നെക്സ്റ്റ് അതായത് അടുത്ത് വരാൻ പോകുന്ന ഒരു എക്സാം അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ ആണ് SSC CGL. അപ്പൊ ആ CGL എക്സാമിന്റെ ഒരു സ്റ്റഡി പ്ലാൻ നിങ്ങൾക്ക് എങ്ങനെ പഠിക്കാം എന്നുള്ളതാണ് ഞാനിവിടെ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പോകുന്നത്. അപ്പോൾ ഇത് എസ്പെഷ്യലി ഫോർ നമ്മുടെ വർക്കിംഗ് പ്രൊഫഷണൽസിനുള്ളതാണ്. അപ്പൊ അവരുടെ ടൈമിങ്ങിന്റെ അനുസരിച്ചിട്ടാണ് ഞാൻ ഈ ഒരു സ്റ്റഡി പ്ലാൻ കാര്യങ്ങളൊക്കെ ഞാൻ അതിനകത്ത് പറഞ്ഞിട്ടുള്ളത്. അപ്പോ ഇപ്പൊ നമുക്ക് റീസെന്റ് ആയിട്ട് വരാൻ പോകുന്ന എക്സാമിന് എങ്ങനെ നല്ലൊരു സ്മാർട്ട് സ്ട്രാറ്റജിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പറയുന്ന എക്സാം ക്രാക്ക് ചെയ്യാം, ഈ ഒരു ജോലിയോടൊപ്പം തന്നെ നിങ്ങളുടെ പഠനം മുന്നോട്ട് കൊണ്ടുപോയി എങ്ങനെ ക്രാക്ക് ചെയ്യാം എന്നുള്ളതാണ് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പോകുന്നത്. അപ്പൊ ഇതിൽ വർക്കിംഗ് പ്രൊഫഷണൽസ് എന്ന് പറയുമ്പോൾ നിങ്ങളിപ്പോ ആദ്യമായിട്ട് എക്സാംസിനെ പറ്റി കേൾക്കുന്നവരുണ്ടാവും, അതായത് ബിഗിനർ ലെവലിലുള്ള ആൾക്കാരുണ്ടാവും. ഇനി കുറച്ച് നാളായിട്ട് നിങ്ങൾ ഈ ഒരു എക്സാമിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻസ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു തുടക്കത്തിലായിരിക്കാം. ആദ്യമായിട്ട് കേൾക്കുന്നവരുണ്ടാവാം, ചിലപ്പോ കുറെ നാളായിട്ട് പ്രിപ്പറേഷൻസിന് വേണ്ടിയിട്ട് ഇങ്ങനെ കാത്തിരിക്കുന്ന ആൾക്കാരുണ്ടാവാം. ഇനി പ്രിപ്പറേഷൻസ് ഒക്കെ ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളവരുണ്ടാവും. അപ്പൊ അങ്ങനെ 3 കാറ്റഗറീസിൽ നമുക്ക് വേണമെങ്കിൽ ഈ പറയുന്ന വർക്കിംഗ് പ്രൊഫഷണൽസിനെ മാറ്റാം. അപ്പൊ ഇതില് ബിഗിനർ ലെവൽ ആവുമ്പോഴത്തേക്കും എന്തായാലും നമുക്ക് ഈ പറയുന്ന CGL എക്സാം എന്താണെന്നും എന്താണ് അതിന്റെ സിലബസിന്റെ നോളജ് എന്താണെന്നും ഉള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയേണ്ടതായിട്ടുണ്ട്. അപ്പം ഇപ്പൊ ബിഗിനർ ലെവൽ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ട് നമുക്ക് പഠിക്കാം. നമുക്ക് മാക്സിമം പഠിക്കാൻ പറ്റുന്നത് വരെ നമുക്ക് പഠിച്ചിട്ട് ഈ ഒരു എക്സാം എഴുതി നോക്കാം. എന്നിട്ട് ആ ഒരു സ്റ്റഡി നിങ്ങൾ മുന്നോട്ട് അതേ രീതിക്ക് കൊണ്ടുപോവുകയാണെങ്കിൽ നമുക്ക് അടുത്ത് വരുന്ന SC പരീക്ഷകൾ നമുക്ക് ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇനി സെക്കൻഡ് കാറ്റഗറിയിൽ വരുന്ന പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാം, പക്ഷെ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യും എന്നുള്ളൊരു കൺഫ്യൂഷനിൽ ഇരിക്കുന്ന ആൾക്കാരാൽ അഥവാ അവർക്കൊരു നോളജ് ഉണ്ട്, ഒരു സിലബസ് നോളജ് ഉണ്ട്, സിലബസ് എന്താണെന്നും ഇത് എങ്ങനെയാണെന്നുള്ളൊരു നോളജ് ഉണ്ട്. അതുപോലെ തേർഡ് കാറ്റഗറിയിൽ വരുന്ന ഒരു പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, അതായത് കുറച്ച് നാളായി അവർ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇനി എങ്ങനെ മുന്നോട്ട് പോകണം എന്നുള്ളവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അതായത് നെക്സ്റ്റ് എക്സാം എങ്ങനെ ക്രാക്ക് ചെയ്യാം എന്നുള്ളൊരു സ്റ്റഡി പ്ലാൻ ആണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്. അപ്പൊ ഇത് ഞാൻ എൻ്റെ ഒരു സമയത്തിനനുസരിച്ചിട്ടുള്ള, അതായത് ആ ഒരു ടൈം എൻ്റെ ഒരു ഇതിൽ വെച്ചിട്ടുള്ള ടൈമിംഗ് ആണ് കൊടുത്തിട്ടുള്ളത്. ഇതിൽ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ടൈം ചെയ്തിട്ട് അതിനനുസരിച്ച് നിങ്ങൾക്ക് പഠിച്ചു പോകാവുന്നതാണ്. അപ്പൊ നമുക്ക് എങ്ങനെയാണ് ഈ പറയുന്ന സ്റ്റഡി പ്ലാൻ പോകുന്നത്, അല്ലെങ്കിൽ ഈ ഒരു സ്ട്രാറ്റജി നമുക്ക് എങ്ങനെ കൊണ്ടുപോകാം എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ലാസ്റ്റ് വരെയും നിങ്ങൾ ഇത് കാണുക. ഓക്കെ, അപ്പൊ ഞാൻ അതിനകത്ത് സ്റ്റഡി പ്ലാനും കാര്യങ്ങളും ഒക്കെ ഞാൻ അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ആ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. ഇതില് ഫസ്റ്റ് നോക്കിക്കേ, ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ സ്ട്രാറ്റജി, നമ്മുടെ ആ ഒരു ടാർഗറ്റ് സ്ട്രാറ്റജിയാണ് ഞാൻ ഫസ്റ്റ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൽ എങ്ങനെയാണ് നമുക്ക് വീക്ക് ഡേയ്സ് എങ്ങനെ നമുക്ക് കൊണ്ടുപോകാം, വീക്കെൻഡ്സ് എങ്ങനെ കൊണ്ടുപോകാം, അതുപോലെ പ്രിപ്പറേഷൻ ടൈം ലൈൻ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് ഫസ്റ്റ് നോക്കാം. ഇപ്പൊ വീക്ക് ഡേയ്സ് എന്ന് പറയുമ്പോൾ മൺഡേ ടു ഫ്രൈഡേ വരുന്ന ദിവസങ്ങളിൽ നമുക്ക് ജോലിക്ക് പോകണമല്ലോ. രാവിലെ ചിലപ്പോ 9 മണിക്ക് ഓഫീസ് ടൈം കയറിയിട്ട് വൈകിട്ട് 6 മണിക്ക് ഇറങ്ങുന്നവരുണ്ടാവാം, 7 മണിക്ക് ഷിഫ്റ്റിന് കയറുന്നവരുണ്ടാവും, 8 മണിക്ക് ഷിഫ്റ്റിന് കയറുന്നവരുണ്ടാവും. അപ്പൊ അവർക്ക് എങ്ങനെയാണ് ആ ഒരു വീക്ക് ഡേയ്സിൽ ഫോക്കസ് ചെയ്യാൻ പറ്റുന്നത്, അതായത് നിങ്ങൾ വീക്ക് ഡേയ്സിൽ ഒരു 2 to 3 hours ഫോക്കസ് ചെയ്തിരിക്കണം. ഇപ്പൊ ഫോക്കസ് ചെയ്യുന്ന 2 to 3 hours എങ്ങനെ നമുക്ക് ഫോക്കസ് ചെയ്യാം എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ വീക്ക് ഡേയ്സിൽ നിങ്ങൾ മസ്റ്റ് ആയിട്ടും ഒരു 2 to 3 hours നിങ്ങൾ കീപ്പ് ചെയ്തിരിക്കുക, ആ സ്റ്റഡി നിങ്ങൾ കീപ്പ് ചെയ്തിരിക്കുക. ഇനി വീക്കെൻഡ്സ് വരുന്ന സമയത്ത് ചിലപ്പോ സാറ്റർഡേ ഒക്കെ നിങ്ങൾക്ക് ജോലിയുള്ളവരുണ്ടാവാം, സൺഡേസിൽ നിങ്ങൾക്ക് ഒഴിവുള്ളവരുണ്ടാവില്ലേ. ഇനി സൺഡേസിലും ചിലപ്പോൾ ജോലിയുള്ളവർ ഉണ്ടായിരിക്കാം, ചിലപ്പോൾ വർക്ക് ഫ്രം ഹോം ഒക്കെ എടുത്തിട്ടുള്ളവർക്ക് ഒക്കെ ഈ പറയുന്നത് മെയിൻറ്റെയിൻ ചെയ്ത് പോകാവുന്നതേ ഉള്ളൂ. 5 to 7 hours ടോട്ടലി, അതായത് വീക്കെൻഡ്സ് എന്ന് പറയുമ്പോൾ സാറ്റർഡേ സൺഡേ ലീവ് ആയിട്ടുള്ളവർക്ക് അല്ലെങ്കിൽ അന്ന് ജോലിക്ക് പോകണ്ടാത്തവർക്ക് 5 to 7 hours ടോട്ടൽ നിങ്ങൾക്ക് അത് ഈ ഒരു സ്റ്റഡിക്ക് വേണ്ടി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും.
ആ ഒരു ടൈമിംഗ് നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. അത് പല രീതിക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു ടൈമിംഗ് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പം ഇനി സാറ്റർഡേ ജോലിയുള്ളവര് ഈ പറയുന്ന 2 to 3 അവേഴ്സ് നമ്മൾ ഈ വീക്ക് ഡേയ്സിൽ എങ്ങനെയാണ് വന്നിട്ടുള്ളത് അതുപോലെ കീപ്പ് ചെയ്യണം. അത് നമ്മുടെ സൺഡേയിലേക്ക് കുറച്ചും കൂടെ ടൈം നമ്മൾ സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിക്കായിരിക്കണം നമ്മൾ ആ ഒരു സ്റ്റഡീസും കാര്യങ്ങളൊക്കെ കൊണ്ടുപോകേണ്ടത്. ഇനി പ്രിപ്പറേഷൻ ടൈം ലൈൻ ഞാൻ പറഞ്ഞു, നമ്മുടെ ബിഗിനർ ലെവൽ ആവുന്ന സമയത്ത് നമുക്ക് പ്രിപ്പറേഷൻ ടൈം ലൈൻ വരുന്ന ഏകദേശം ഒരു 4 to 6 months എന്നുള്ള രീതിക്കാണ്. അതായത് നമ്മുടെ കോൺസെപ്റ്റുകളൊക്കെ ഒരുവിധം, അതായത് നമുക്ക് ഒട്ടും തന്നെ അറിയില്ല ഈ എക്സാം എന്താണെന്നോ എക്സാമിന്റെ സിലബസ് എന്താണെന്നോ എന്താണ് വരുന്നതെന്നുള്ളത് അങ്ങനെയൊന്നും നമുക്ക് ഒട്ടും തന്നെ അറിയില്ല. അങ്ങനെയുള്ളവർക്ക് 4 to 6 months നമുക്ക് വേണ്ടി വരും കോൺസെപ്റ്റ് ക്ലിയർ ആക്കാനും സിലബസ് അറിയാൻ വേണ്ടിയിട്ടും. അങ്ങനെ നമുക്ക് 4 to 6 months വേണ്ടി വരും. ഇനി വെരി നെക്സ്റ്റ് എക്സാം എഴുതാൻ പോകുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സിലബസ് നല്ലപോലെ അറിയാം. ഇന്ന അതായത് ഇപ്പം ക്വാണ്ടിൽ നിന്ന് ഇതാണ് വരുന്നത്, ഇനി റീസണിങ് ഇതൊക്കെയാണ് നമ്മൾ പഠിക്കാനുള്ളത് എങ്കിൽ നിങ്ങളുടെ ടൈമിനനുസരിച്ച്, നമ്മുടെ ടൈമിങ്ങിനനുസരിച്ചിട്ട് അതിന്റെ കോൺസെപ്റ്റുകൾ പെട്ടെന്ന് തീർക്കാനും അതുപോലെ ആ കോൺസെപ്റ്റിനോടൊപ്പം തന്നെ നമ്മുടെ സെക്ഷണൽ ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ എടുത്തു പോകാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ടൈം ലൈൻ ആണ് അവിടെ വരുന്നത്. അപ്പൊ നമുക്ക് ചിലപ്പോൾ SSC CGLന്റെ നോട്ടിഫിക്കേഷൻ നമുക്ക് ഉടനെ തന്നെ പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ വിത്തിൻ ഒരു 1 monthനുള്ളിൽ വെച്ച് നമുക്ക് എക്സാം ചിലപ്പോൾ പ്രതീക്ഷിക്കാം. അപ്പൊ 1 monthനുള്ളിൽ വെച്ചിട്ട് നമുക്ക് എങ്ങനെ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ കൊണ്ടുപോകാൻ പറ്റും, എങ്ങനെ നമുക്ക് ഈ ഒരു എക്സാം നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റും, എങ്ങനെയൊക്കെ എന്റെ ഷിഫ്റ്റിനനുസരിച്ചിട്ട് എന്റെ ജോലി ഷിഫ്റ്റിനനുസരിച്ചിട്ട് ഏതൊക്കെ ടൈമിൽ എനിക്ക് ബ്രേക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങൾ ആണ് നമ്മൾ അവിടെ ആ ഒരു പ്രിപ്പറേഷൻ ടൈം ലൈനകത്ത് നോക്കേണ്ടത്. ഇനി നമ്മൾ മെയിൻലി ഇതിനകത്ത് ഫോക്കസ് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് കൺസിസ്റ്റൻസി ആണ്. ഒരിക്കലും ഇപ്പൊ ഞാൻ ജോലിക്ക് പോവാണ്, ഞാൻ ടയേർഡ് ആണ് എന്ന് വിചാരിച്ചിട്ട് ഒരു ദിവസം പോലും പഠിക്കാണ്ടിരിക്കരുത്. ഒരു ദിവസത്തിൽ നിങ്ങളൊരു 15 മിനിറ്റ് പഠിക്കാൻ എടുത്താലും അത് വളരെ യൂസ്ഫുൾ ആണ്. നമുക്കത് ഭയങ്കരമായിട്ട് യൂസ്ഫുൾ ആയിട്ട് വരുന്ന കാര്യമാണ്. അപ്പം ടയേർഡ് ആവുന്ന കേസിലായിരുന്നാലും ഒരു ഹെക്ടിക് ജോബ് ആണെങ്കിൽ കൂടിയും നിങ്ങൾ ആ ഒരു സ്റ്റഡി ചെയ്യാനുള്ള ഒരു 1 hour, മിനിമം ഒരു 1 hour എങ്കിലും നമ്മളവിടെ പഠിക്കാനുള്ള ഒരു ടൈമിംഗ് നമ്മൾ കണ്ടെത്തിയിരിക്കണം. അതിപ്പോ ഏർലി മോർണിംഗ് ആയിക്കോട്ടെ, ലേറ്റ് നൈറ്റ് ആയിക്കോട്ടെ, എപ്പോഴാന്ന് വെച്ചാൽ 1 hour എങ്കിലും മിനിമം. അതായത് ഇങ്ങനെ വരുന്ന ഒരു ഹെക്ടിക് ആയിട്ട് വരുന്ന ഡേ അല്ലെങ്കിൽ ഒരു ടയേർഡ് ആയിട്ട് വരുന്ന ഒരു ഡേയിൽ നമ്മളത് ചെയ്തിരിക്കുക. നമ്മുടെ സ്റ്റഡി എപ്പോഴും കൺസിസ്റ്റൻസി ആയിരിക്കണം. ഒരിക്കലും ഞാൻ പറയാണ് ഇപ്പം ഒരു കൺസിസ്റ്റൻസി നമ്മൾ മെയിൻറ്റെയിൻ, ഒരു പ്രോപ്പർ സ്റ്റഡി എന്നുള്ള കാര്യമല്ല ഞാൻ പറയാം. അപ്പം ഒരു പ്രോപ്പർ സ്റ്റഡി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇന്നത് തന്നെ തീർക്കണം എന്നൊരു പ്രോപ്പർ സ്റ്റഡി അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷെ കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മൾ ഇരിക്കുക എന്നുള്ളതാണ് മെയിൻ ആയിട്ട്. അതായത് ഓവർ ലോങ് സ്റ്റഡി അവേഴ്സ് നമുക്ക് ചെയ്യാൻ പറ്റണം എന്നില്ല. ഇപ്പം ജോലിയൊന്നും ഇല്ലാതെ നമ്മൾ ഈ ഒരു എക്സാമിന് വേണ്ടി ഫോക്കസ് ചെയ്യുന്നവർക്ക് ലോങ് സ്റ്റഡി അവേഴ്സ് നമുക്ക് ഈ പറയുന്ന കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യാൻ പറ്റും. പക്ഷെ നിങ്ങൾക്കാണെങ്കിൽ ഇപ്പോൾ ഒരു 1 hour ആണെന്നുണ്ടെങ്കിൽ ആ കൺസിസ്റ്റൻസി നിങ്ങൾ അവിടെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം. പിന്നെ മോക്ക് ടെസ്റ്റുകളും അതുപോലെ PYQs വളരെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ റിവിഷൻ സൈക്കിൾസ്, ഈ 3 കാര്യങ്ങൾ നിങ്ങൾ ഫോക്കസ് ചെയ്താൽ തന്നെ നമ്മൾ ഈ പറയുന്ന എക്സാമിലേക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുള്ള ഒരു കാര്യത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇത് ഡെയിലി നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട കാര്യങ്ങളാണ് ഞാൻ അവിടെ പറഞ്ഞിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് നമ്മുടെ എക്സാം സ്ട്രക്ചർ നിങ്ങൾക്ക് അറിയാലോ. അതായത് നമ്മുടെ എക്സാംസ് വരുന്ന 2 tier എക്സാംസ് ആയിട്ടാണ്, Tier 1ഉം Tier 2ഉം. അതിൽ വരുന്ന സബ്ജക്റ്റുകൾ എന്ന് പറഞ്ഞ ക്വാൻസ് ഉണ്ട്, റീസണിംഗ് ഉണ്ട്, ജനറൽ അവയർനെസ് ഉണ്ട്, ഇംഗ്ലീഷ് ഉണ്ട്. അങ്ങനെ 4 സെക്ഷൻസ് ആണ് നമുക്ക് Tier 1 and Tier 2 അവിടെ വരുന്നത്. അപ്പോൾ ഇതില് Tier 1 പഠിക്കുന്നതോടൊപ്പം തന്നെ Tier 2ന്റെ പ്രിപ്പറേഷൻ നമ്മൾ കൊണ്ടുപോയിരിക്കണം. അതല്ലാതെ Tier 1 എക്സാം ക്രാക്ക് ചെയ്തു, നമ്മൾ Tier 1 എക്സാം എഴുതി, അത് ക്രാക്ക് ആയി, അതിനുശേഷം Tier 2 എക്സാം നമ്മൾ പഠിക്കാൻ വേണ്ടി ഇരിക്കരുത്. Tier 2 എന്ന് പറയുന്നത് വെരി ബിഗിനിങ് തന്നെ അതിനും കുഞ്ഞു ടൈം കണ്ടെത്തി ആ ഒരു ചെറിയ ടൈമിൽ Tier 2 കൂടെ നമ്മൾ എന്ത് ചെയ്യണം, പഠിച്ച് നമ്മൾ ആ ഒരു ബിഗിനിങ് നമ്മളത് കൊടുത്തു പോവുക എന്നുള്ളതാണ് അവിടെ ചെയ്യേണ്ടതായിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് എങ്ങനെയാണ് ആ ഡെയിലി ഷെഡ്യൂൾ നിങ്ങൾ കീപ്പ് ചെയ്യേണ്ടത്. നമുക്ക് ആ ഡെയിലി ഷെഡ്യൂൾ എങ്ങനെ വരും എന്നുള്ളത് നോക്കാം. അതായത് ഇപ്പൊ മോർണിംഗ് ടൈം നിങ്ങൾക്ക് കിട്ടുമല്ലോ. ഇപ്പൊ ഉറക്കം എണീക്കുന്നത് ചിലപ്പോൾ ഒരു 5 മണിക്ക് ഉറക്കം എണീക്കുന്നവരുണ്ടാവും, 6 മണിക്ക് ഉറക്കം എണീക്കുന്നവരുണ്ടാവും. മോർണിംഗ് നമ്മൾ ജോലിക്ക് പോകുന്നതിന് മുന്നേ ഒരു 45 മിനിറ്റ് നമ്മൾ അതിനു വേണ്ടി സ്പെൻഡ് ചെയ്യാം. ഓക്കെ, 45 മിനിറ്റ് നിങ്ങൾ സ്പെൻഡ് ചെയ്താൽ മതി. ഈ മോർണിംഗ് ടൈം നിങ്ങൾ ഏറ്റവും കൂടുതൽ നിങ്ങൾ നോക്കേണ്ടത് വൊക്കാബുലറി സെഷൻസ് നോക്കുക, കറണ്ട് അഫയേഴ്സ്, സ്റ്റാറ്റിക് GK, ഇനി ഫോർമുലാസ്. നമ്മളിപ്പോ കോൺസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് അതിന്റെ ഫോർമുലാസ് ഒക്കെ ഒന്ന് ഓർത്തു വെക്കാനൊക്കെ ഉള്ള ഫോർമുല റിവിഷൻസും കാര്യങ്ങളൊക്കെ ചെയ്യാം. ഈ മോർണിംഗ് ടൈമിൽ ഒരിക്കലും ഇരുന്ന് എഴുതി ചെയ്തുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ കോൺസ് ചെയ്യുക, റീസണിങ് ചെയ്യുക എന്നുള്ളതൊന്നും ഞാൻ പറയില്ല.
മെയിൻലി നമുക്ക് വായിക്കാൻ പറ്റുന്നത്, ഇപ്പൊ പത്രമൊക്കെ വായിക്കുന്ന രാവിലെയാണല്ലോ, അപ്പം വായിക്കാൻ പറ്റുന്ന രീതിക്കുള്ള കാര്യങ്ങളൊക്കെ മോർണിംഗ് ടൈമിൽ ചെയ്യാം. ഇപ്പൊ പത്രം വായിക്കുമ്പോൾ നമുക്ക് വൊക്കാബ്സ് കിട്ടും, അപ്പൊ വൊക്കാബ്സ് കളക്ട് ചെയ്യാനുള്ള ടൈം നമുക്ക് അവിടെ കിട്ടും. പിന്നെ കറണ്ട് അഫയേഴ്സ് പത്രം വായിക്കുമ്പോൾ തന്നെ കിട്ടും. ഇനി വീക്ക്ലി നിങ്ങൾ കറണ്ട് അഫയേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യാം. സ്ട്രാറ്റജിക്ക് റിവിഷൻസ് നിങ്ങൾക്ക് ത്രൂ പേപ്പർ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് റിവൈസ് ചെയ്യാൻ പറ്റും. പിന്നെ ഫോർമുല റിവിഷൻസും ഇത് മോർണിംഗ് ടൈമിൽ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇനി ഈവനിങ് അല്ലെങ്കിൽ നൈറ്റ് ടൈമിലാണ്, ഇപ്പം നിങ്ങൾ 6 മണിക്ക് ശേഷം വന്നതിന് ശേഷം നിങ്ങളുടെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇപ്പൊ നിങ്ങൾക്ക് ലേറ്റ് നൈറ്റ് ഇരിക്കാൻ പറ്റും, ഒരു 10 മണിക്ക് ശേഷം ഇരിക്കാൻ പറ്റും എന്നുണ്ടെങ്കിൽ 10 മണിക്ക് ശേഷം ഒരു 2 അവേഴ്സ്, ഒരു 1.5 to 2 hours ആണ് പറയുന്നത്. 2 hours നമ്മൾ ഓരോ സബ്ജക്റ്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യണം. അത് ക്വാണ്ട്, റീസണിങ്, ഇംഗ്ലീഷ്, ഇതിൽ ഏതെങ്കിലും ഓരോ സബ്ജക്റ്റ് ഇത് വെച്ച് നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. ഇതില് ഡെയിലി നമുക്ക് 2 സബ്ജക്ട് എടുക്കുന്നത് കൊണ്ട് പ്രശ്നമില്ല. നിങ്ങളിപ്പോ സിലബസ് ഒക്കെ അറിയാം. ഇപ്പൊ ക്വാൻസിനകത്ത് ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് നമ്പർ സിസ്റ്റം അറിയാം, നമുക്കറിയാം. പക്ഷെ നമുക്കത് ചെയ്ത് നോക്കിയിട്ടുള്ള പ്രാക്ടീസ് ആണ് നമുക്ക് ആവശ്യം എന്നുള്ളവർ എന്താണ്, ആ ക്വാൻസ് നമ്പർ സിസ്റ്റത്തിൽ മാക്സിമം വരുന്ന ക്വസ്റ്റ്യൻസ് കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുക. റീസണിങ് എടുക്കാൻ പറ്റുമെങ്കിൽ റീസണിങ് എടുക്കുക. ഇനി ഇംഗ്ലീഷിന് നിങ്ങൾക്ക് RC വേണ്ട, എറർ സ്പോട്ടിങ്, ഏതെങ്കിലും ഒരു ഗ്രാമർ സെഷൻ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ഗ്രാമർ സെഷൻ ചെയ്യാം, അതിന്റെ ക്വസ്റ്റ്യൻസ് ചെയ്യാം. പിന്നെ ഒരു 30 മിനിറ്റ് ഈ പറയുന്ന സെഷണൽ ടെസ്റ്റ്, ഇതിന്റെയൊക്കെ നമുക്ക് സെഷണൽ ടെസ്റ്റുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ചെയ്യാൻ ഒരു 30 മിനിറ്റ് എടുക്കാം. അങ്ങനെ 1.5 to 2 hours നമുക്ക് അവിടെ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റണം. അപ്പൊ ഡെയിലി നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു ഞാൻ പറയാം 2 to 3 hours നമുക്ക് ഇതിനു വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മുടെ സ്കെഡ്യൂൾ ഒന്ന് സെറ്റ് ചെയ്യുക. നമ്മൾ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്, അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ടൈമൊന്നും കാണില്ല. നമുക്ക് വെറുതെ ഇരിക്കാനോ അല്ലെങ്കിൽ അങ്ങനെ നമുക്ക് ഒരുപാട് ടൈമൊന്നും കാണില്ല. പക്ഷേ നമുക്ക് കിട്ടുന്ന ടൈം മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾ അവിടെ ചെയ്യേണ്ടതായിട്ടുള്ളത്. നമ്മളൊരു ജോലിക്ക് വേണ്ടി പഠിക്കുന്നതാണല്ലോ, അപ്പൊ കുറച്ചൊക്കെ ഒന്ന് നമ്മളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുക, ടൈമിൽ അഡ്ജസ്റ്റ് ചെയ്യുക. എനിക്ക് ഒട്ടും തന്നെ റെസ്റ്റ് എടുക്കാൻ, അല്ലെങ്കിൽ എനിക്ക് ഒരു കാര്യത്തിന് പോകാൻ, അല്ലെങ്കിൽ ഒരു മാരേജ് ഫംഗ്ഷന് പോകാൻ, അല്ലെങ്കിൽ എനിക്കൊന്ന് പുറത്തോട്ടൊന്ന് പോകാനുള്ള ടൈം ഒന്നും കിട്ടുന്നില്ല എന്നുള്ളൊരു ചിന്ത നമ്മൾ വരരുത്. കാരണം നിങ്ങൾ ഈ കൊടുക്കുന്ന ഇഫേർട്ട്, നിങ്ങളിപ്പം ഡെയിലി നിങ്ങൾ ഇത്രയും ഷിഫ്റ്റ് നിങ്ങൾ വർക്ക് ചെയ്തിട്ട് ഒരു 3 to 4 hours നമ്മൾ ഈ ഒരു പഠിത്തത്തിന് വേണ്ടി ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ടയേർഡ്നെസ്സും, നമുക്കൊന്നും പുറത്തു പോലും ഇറങ്ങാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടാവും. എന്തിനു വേണ്ടിയിട്ടാണ്, നിങ്ങളുടെ നാളേക്ക് നല്ലൊരു ഫ്യൂച്ചറിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ടൈം നമ്മൾ അവിടെ സ്പെൻഡ് ചെയ്യുന്നത് എന്നുള്ള ഒരു ബോധമായിരിക്കണം നമുക്ക് വേണ്ടത്. മാരേജ് ഫംഗ്ഷൻസ് വരും കാലങ്ങളിലും അറ്റൻഡ് ചെയ്യാം, പുറത്തു പോകേണ്ട കാര്യങ്ങൾ നമുക്ക് വരും കാലങ്ങളിൽ അറ്റൻഡ് ചെയ്യാം. ഈ ഒരു എക്സാം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നല്ലൊരു ലൈഫ് ആണല്ലോ, നമുക്ക് പിന്നെ എന്ത് വേണം ചെയ്യാൻ പറ്റുന്ന ഒരു ലൈഫ് തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് കുറച്ച് ടൈം നമ്മളവിടെ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ മാത്രം മാറ്റിവെക്കുക. അത് നിങ്ങൾ വലിയൊരു ഭാരമാണ്, എന്നെ കൊണ്ട് പഠിക്കാൻ പറ്റില്ല, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നിങ്ങൾ മനസ്സിൽ വിചാരിക്കരുത്. അയ്യോ മിസ്സേ ഇത്രയും മണിക്കൂർ പഠിക്കണോ എന്നുള്ളതല്ല. നിങ്ങൾ അത്രയും ജോലി കഴിഞ്ഞിട്ട് ആ ഒരു 3 മണിക്കൂറേ കിട്ടുന്നുള്ളൂ. സാധാരണ ഒരു കാൻഡിഡേറ്റ് ഇപ്പം ഈ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന കാൻഡിഡേറ്റിന് ഒരു പകുതി പകുതി മണിക്കൂറേ നിങ്ങൾ പഠിക്കുന്നുള്ളൂ. അപ്പം അവരോടൊപ്പം എത്തണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഡെയിലി കൺസിസ്റ്റന്റ് ആയിട്ട് നോക്കിയാലേ പറ്റത്തുള്ളൂ, അല്ലെ? അവരെ കൂടിയാണ് നമ്മൾ കോമ്പീറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഡെയിലി നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് ഈ പറയുന്ന ടൈമിംഗ് നമ്മൾ കീപ്പ് ചെയ്ത് തന്നെ പോകണം. ഇന്ന് പഠിച്ചു, നാളെ ആകുമ്പോഴത്തേക്കും ഭയങ്കര ടയേർഡാണ്, വേണ്ട, ഇന്ന് വേണ്ട, നാളെ ആക്കാം, അങ്ങനെ ഒരിക്കലും വിചാരിക്കരുത്. നല്ല ടയേർഡുള്ള ടൈമിലും ഈ പറയുന്ന വൊക്കാബുലറിയും കറണ്ട് അഫയേഴ്സ് ഒക്കെ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാമല്ലോ. അതിനൊരു 30 മിനിറ്റ്സ് അല്ലെങ്കിൽ ഒരു 1 hour നിങ്ങൾക്ക് അവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റുമല്ലോ. ജസ്റ്റ് ഒന്ന് വായിക്കുക, ഒന്ന് റിലാക്സ് ചെയ്ത് വായിക്കുക എന്നുള്ളതാണ്. അവിടെ ഇപ്പൊ ഒരുപാട് ടയേർഡ് അല്ലെങ്കിൽ ഹെക്റ്റിക് ജോബൊക്കെ ഉള്ള ഒരു ഡേ ആണെങ്കിൽ ഞാൻ ഒരിക്കലും പറയില്ല നിങ്ങളോട് റീസണിങ് ചെയ്യണം, ക്വാൻസ് ചെയ്യണം, ഇംഗ്ലീഷ് ചെയ്യണം എന്ന് ഞാൻ ഒരിക്കലും ഞാൻ പറയില്ല. നിങ്ങളൊരു ഡെയിലി ഒരു 10 മിനിറ്റ് ടെസ്റ്റ് എടുത്തോ, ഒരു സെഷണൽ ടെസ്റ്റ് എടുത്തോ, അല്ലെങ്കിൽ ചുമ്മാ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് ചെയ്തു നോക്കുക, ഒരു PYQs എടുത്ത് ചുമ്മാ ഒന്ന് ചെയ്തു നോക്കുക. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ വൊക്കാബുലറിയിൽ ഒരു 10 വൊക്കാബുലറി ഒന്ന് വെറുതെ ഒന്ന് വായിച്ചു നോക്കുക, അല്ലെങ്കിൽ കറണ്ട് അഫയേഴ്സിൽ ഒരു 10 കറണ്ട് അഫയേഴ്സ് ഒന്ന് വെറുതെ വായിച്ചു നോക്കുക, സ്ട്രാറ്റജിക്കൽ ഒരു 10 GK ഒന്ന് വെറുതെ ഒന്ന് വായിച്ചു നോക്കുക, അല്ലെ? അത് നിങ്ങൾ കറക്റ്റ് ആയിട്ട് കീപ്പ് ചെയ്താൽ മതി. ഇങ്ങനെയുള്ള ദിവസങ്ങളിൽ ബാക്കി എനർജറ്റിക് ആയിട്ട് വരുന്ന ദിവസങ്ങളിൽ ഈ പറയുന്ന 2 to 3 hours നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തോ, ഷുവർ ആയിട്ടും നമ്മൾ ബാക്കിയുള്ള കാൻഡിഡേറ്റ്സിനൊപ്പം നമുക്ക് കമ്പീറ്റ് ചെയ്യാൻ പറ്റുന്നത് തന്നെയാണ്. അപ്പൊ അത് നമ്മൾ കറക്റ്റ് ആയിട്ട് ഡെയിലി സ്കെഡ്യൂൾ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് പോവേണ്ടതായിട്ടുണ്ട്. ഇനി വീക്ക്ലി സബ്ജക്ട് റൊട്ടേഷൻ നമ്മൾ ചെയ്തിരിക്കണം. അപ്പൊ ഡെയിലി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളത് ചെയ്തേക്കാം. ഇനി വീക്ക്ലി നമ്മൾ സബ്ജക്ട് റൊട്ടേഷൻ ചെയ്തിരിക്കണം. അതിലിപ്പോ മൺഡേ ആണെങ്കിൽ നമ്മൾ ക്വാൻസ് വീക്ക് വൈസ് വരുന്ന ഇതിൽ നമ്മൾ മൺഡേ ക്വാൻസ് സബ്ജക്ട് ചെയ്യുക. ഇത് ഞാൻ എൻ്റെ ഒരു ഇതിൽ വെച്ചിട്ട് ചെയ്തതാണ്. നിങ്ങൾക്ക് ഏതാണോ ഇത് വരുന്ന രീതിക്കുള്ളത് അത് നിങ്ങൾക്കത് ചൂസ് ചെയ്യാവുന്നതാണ്.
ട്യൂസ്ഡേ ആണെങ്കിൽ ഇംഗ്ലീഷ്, അതുപോലെ ഇത് സബ്ജക്ട് റൊട്ടേഷൻ ആണ് കേട്ടോ. വെനസ്ഡേ ആണെങ്കിൽ റീസണിങ്, വീണ്ടും തേഴ്സ്ഡേ വരുമ്പം ക്വാണ്ട്, ഫ്രൈഡേ വരുന്ന സമയത്ത് ഏതാണ് GA കറണ്ട് അഫയേഴ്സ്, സാറ്റർഡേ വരുമ്പോഴത്തേക്ക് സെഷണൽ ടെസ്റ്റുകളോ ഫുൾ ലെന്ത് മോക്ക് ടെസ്റ്റുകളോ നിങ്ങൾക്ക് ചെയ്യാം. ഇനി എന്താണ് സൺഡേ വരുന്ന സമയത്ത് മോക്ക് പ്ലസ് റിവിഷൻ നിങ്ങൾക്ക് ചെയ്യാം. ഇങ്ങനെ നമുക്കൊരു വീക്ക്ലി സബ്ജക്ട് റൊട്ടേഷനും കാര്യങ്ങളും ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഈ പറയുന്ന ഇതിലേക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഈ ഒരു വീക്ക്ലി പ്ലാനിന് വേണ്ടിയിട്ട് ഞാനൊരു ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു പ്ലാൻ ഇടുന്നുണ്ട്. അതിനനുസരിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വീക്ക്ലി പ്ലാൻ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. അതിൽ ഞാൻ എന്താണ് ആ വീക്ക് വൈസ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളൊരു പ്ലാൻ അതിനകത്ത് ഇടും. അത് നിങ്ങൾക്ക് ജസ്റ്റ് ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രിന്റ് ഔട്ട് എടുത്ത് വെച്ചിട്ട് നമ്മളിപ്പോൾ പഠിക്കാതിരിക്കുന്ന ടേബിൾ എവിടെയാണോ അവിടെ ജസ്റ്റ് ഒന്ന് നിങ്ങൾ എന്താണ് ഒന്ന് ഒട്ടിച്ച് വെച്ചതിന് ശേഷം വീക്ക്ലി പ്ലാൻ ജസ്റ്റ് ഒന്ന് ഞാൻ തന്നിരിക്കുന്നതിൽ എന്താണെന്നുള്ളത് വീക്ക്ലി പ്ലാൻ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് നിങ്ങൾക്കത് ചെയ്യാവുന്നതാണ്. അങ്ങനെ ഒരു വീക്ക്ലി പ്ലാൻ സബ്ജക്ട് റൊട്ടേഷൻ ഞാനിത് തരുന്നുണ്ട് കേട്ടോ. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അത് ഉണ്ടായിരിക്കും. ഓക്കെ, അത് ഡൗൺലോഡ് ചെയ്തെടുക്കാം. അതുപോലെ ഇതിനകത്ത് സ്റ്റഡി പ്ലാൻ നിങ്ങൾക്ക് കീപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു കുഞ്ഞൊരു സ്റ്റഡി പ്ലാൻ ഞാൻ ഇട്ടിട്ടുണ്ട്. അതും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. നിങ്ങൾക്ക് അതിനനുസരിച്ച് വേണമെങ്കിൽ പഠിക്കാം. അതിലുള്ള ടൈമിംഗ് ഞാൻ പറഞ്ഞില്ല, ഞാൻ എൻ്റെ ഒരു ടൈമിങ്ങിനനുസരിച്ചാണ് ഇട്ടിട്ടുള്ളത്. അല്ല ടൈമിങ്ങിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്തിട്ട് അതിനനുസരിച്ച് നിങ്ങൾ കീപ്പ് ചെയ്ത് പോകാവുന്നതാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് ബെസ്റ്റ് സ്റ്റഡി ടെക്നിക്സ്. അപ്പൊ നമ്മളിങ്ങനെ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കുള്ള ബെസ്റ്റ് സ്റ്റഡി ടെക്നിക്സ് ഞാൻ പറഞ്ഞുതരാം. ഇപ്പം നമ്മളിപ്പോ വർക്ക് ചെയ്യുന്ന ആൾക്കാർ, വർക്കിംഗ് പ്രൊഫഷണൽസിൽ ഇപ്പൊ മാരിഡ് അല്ലാത്ത ആൾക്കാരുണ്ടാവും, മാരിഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും അല്ലെ. അപ്പൊ ഇപ്പൊ മാരിഡ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ വീട്ടിലെ കുറെ കാര്യങ്ങൾ നോക്കേണ്ടത്. ഇപ്പം പൊതുവെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ വിമിന്റെ കാര്യമൊക്കെ, നമ്മൾ ഗേൾസിന്റെ കാര്യം പറയുകയാണെങ്കിൽ വീട്ടിലെ കാര്യങ്ങൾ നോക്കേണ്ടാവും, കുട്ടികളുടെ കാര്യമൊക്കെ നോക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളിപ്പോൾ പഠിക്കാൻ എന്തായാലും രാത്രി അല്ലെങ്കിൽ ഏർലി മോർണിംഗ് ടൈമിൽ നമ്മൾ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്ത് നമ്മൾ പഠിക്കാതിരിക്കില്ല. അപ്പം ആ പഠിക്കാനിരിക്കുന്ന സമയത്ത് കുഞ്ഞു കുഞ്ഞ് എന്താണ് സ്റ്റിക്കി നോട്ട്സ് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാം. നിങ്ങൾ മറന്നു പോകുന്ന സാഹചര്യത്തിലുള്ള ആ കുറച്ച് പോയിന്റ്സ് ഒക്കെ വെച്ച് നിങ്ങൾക്ക് സ്റ്റിക്കി നോട്ട്സ് പ്രിപ്പയർ ചെയ്യാം. നിങ്ങൾക്ക് എവിടെയാണോ കംഫർട്ടബിൾ ആയിട്ടുള്ള പ്ലേസുകളിൽ, അതായത് ഇപ്പൊ നിങ്ങളുടെ ഭിത്തിയിലാണ്, ഇപ്പം നിങ്ങളുടെ റൂമിലെ ഭിത്തിയിലാണെങ്കിൽ, അല്ലെങ്കിൽ ഡോറിലാണെങ്കിൽ, അല്ലെങ്കിൽ കിച്ചണിലെ ഡോറിലാണെങ്കിൽ, കിച്ചണിന്റെ കബോർഡ്സിലാണെങ്കിലും ഒക്കെ നിങ്ങൾക്ക് അത് സ്റ്റിക്ക് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യാം. അപ്പം നിങ്ങൾ കുക്കിംഗ് ചെയ്യുന്ന സമയത്ത് തന്നെ ഇത് ജസ്റ്റ് ഒന്ന് നോക്കുമ്പോൾ നമുക്കത് മനസ്സിലാവില്ല. അപ്പൊ നമ്മൾ എപ്പോഴും കാണുന്നതല്ലേ, അങ്ങനെ നമുക്ക് ഇന്ററാക്ട് ചെയ്യാം. നമ്മുടെ കണ്ണാടിയിൽ, അല്ലെ നമ്മുടെ മേക്കപ്പ് ചെയ്യുന്ന കണ്ണാടിയിലൊക്കെ നമുക്ക് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്തിട്ട് നമുക്ക് അത് വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും, റിവൈസ് ചെയ്യാൻ പറ്റും. ഫോർമുലാസും കാര്യങ്ങളും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എന്താണ് ഇതുപോലെ സ്റ്റിക്കി നോട്ട്സ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പൊ വൊക്കാബുലറി സെഷൻ പറയുകയാണെന്നുണ്ടെങ്കിലും അത് നമുക്ക് സ്റ്റിക്കി നോട്ട്സ് യൂസ് ചെയ്തിട്ട് എവിടെയെങ്കിലൊക്കെ ഒട്ടിച്ച് വെച്ചിട്ട് നമ്മളത് കാണുന്ന രീതിക്ക് എവിടെയെങ്കിലും ഒട്ടിച്ച് വെച്ചിട്ട് അതൊന്ന് റിവൈസ് ചെയ്യാം. നമ്മൾ ഒന്നകത്തേക്ക് പോകുമ്പോൾ, റൂമിനകത്തേക്ക് പോകുമ്പോൾ ജസ്റ്റ് നോക്കുക, അതൊന്ന് ഓക്കെ എനിക്ക് ഓർമ്മയുണ്ട്. അപ്പം നമ്മളൊരു 10 വട്ടം നോക്കുന്ന സമയത്ത് അത് കറക്റ്റ് ആണ്, നമുക്കത് മനസ്സിൽ ഉണ്ടായിരിക്കും. അങ്ങനെ സ്റ്റിക്കി നോട്ട്സ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാം. ഇനി മാരിഡ് ആയിട്ടുള്ള ആൾക്കാരുടെ വിമൻസിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇനി മെൻ ഉണ്ടെങ്കിലും നിങ്ങൾക്കും ഇത് യൂസ് ചെയ്യാവുന്നതാണ്. അതുപോലെ അൺമാരിഡ് ആയിട്ടുള്ള കുട്ടികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്കും യൂസ് ചെയ്യാം. അതായത് വർക്കിംഗ് പ്രൊഫഷണൽ ആയിട്ടുള്ള അൺമാരിഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ യൂസ് ചെയ്യാം. നിങ്ങൾക്ക് നിങ്ങളുടെ ലാപ്പ്, ഇപ്പൊ നിങ്ങൾക്ക് ഒരു ലാപ്പ് ഉണ്ടാവാം, ഓഫീസിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു ക്യാബിൻ ഉണ്ടാവാം, ഒരു ലാപ്ടോപ്പ് ഉണ്ടാവാം, എന്തെങ്കിലും ഒരു പ്ലേസ് നിങ്ങൾക്ക് ഒരു ടേബിൾ, ഈവൻ ഒരു ടേബിൾ എങ്കിലും ഉണ്ടാവും അല്ലെ ഓഫീസിൽ. ആ സമയത്ത് ഓഫീസിൽ സ്റ്റിക്കി നോട്ട്സ് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുമല്ലോ. ഇപ്പം നമ്മുടെ ലാപ്പ് ആണ് നിങ്ങൾ യൂസ് ചെയ്യുന്നത്, ഒരു IT പ്രൊഫഷണൽ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഈ പറയുന്ന ലാപ്ടോപ്പ്, ഒരു ക്യാബിനോ അല്ലെങ്കിൽ ലാപ്പൊക്കെ നിങ്ങൾക്ക് കാണാം. ആ ലാപ്പിൽ നമുക്ക് വേണമെങ്കിൽ സ്റ്റിക്കി നോട്ട്സ് എന്താണ് നമുക്ക് മറന്നു പോകുന്ന കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യാം, ഒന്ന് സ്റ്റിക്ക് ചെയ്ത് വെച്ചിട്ട് അത് ജസ്റ്റ് നോക്കാം അല്ലെ. ടേബിളിൽ വേണമെങ്കിൽ നമുക്ക് നോക്കാം, ക്യാബിനിലാണെങ്കിൽ സൈഡ് ക്യാബിനിലൊക്കെ നമുക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഇതൊന്ന് മാർക്ക് ചെയ്തിട്ട് നമുക്ക് നോക്കാവുന്നതാണ്. ഇങ്ങനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് നമ്മൾ മറന്നു പോകുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് റിവൈസ് ചെയ്തെടുക്കാൻ പറ്റും. അതായത് മൈക്രോ സെഷൻസ് ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. മൈക്രോ സെഷൻസ്, നമ്മൾ മറന്നു പോകുന്ന കാര്യങ്ങളൊക്കെ കുഞ്ഞിതായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. അതിന് ഏറ്റവും മെയിൻ ആയിട്ട് വൊക്കാബുലറി, നമ്മൾ മറന്നു പോകുന്ന കാര്യങ്ങളാണ് വൊക്കാബുലറി, കറണ്ട് അഫയേഴ്സ്, ഫോർമുല, ഇത്രയാണ് നമുക്ക് മറന്നു പോകുന്നത്. ഇതാണ് നമ്മൾ സ്റ്റിക്കി നോട്ട്സ് യൂസ് ചെയ്ത് നമുക്കത് ചെയ്യാൻ പറ്റുന്നത്, അല്ലെങ്കിൽ മൈക്രോ സെഷൻസ് യൂസ് ചെയ്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ഇനി ഓഫീസിലെ ലഞ്ച് ബ്രേക്ക് കിട്ടുന്ന സമയത്ത് ഒരു അരമണിക്കൂർ ലഞ്ച് ബ്രേക്ക് ആണെങ്കിൽ നിങ്ങൾ ഒരു 10 മിനിറ്റ് ലഞ്ചിന് വേണ്ടിയിട്ട് എടുക്കും. ബാക്കി വരുന്ന 20 മിനിറ്റ് നിങ്ങൾ സ്പെൻഡ്, അതിലൊരു 20 മിനിറ്റിൽ നിങ്ങൾ ഒരു 5 മിനിറ്റ് സ്പെൻഡ് ചെയ്തോ, ബാക്കി ഒരു 15 മിനിറ്റ് കിട്ടുകയല്ലേ. അപ്പൊ ആ 15 മിനിറ്റിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഈ പറയുന്ന വൊക്കാബുലറി, കറണ്ട് അഫയേഴ്സ്, ഫോർമുല റിവിഷൻസ് ഒക്കെ ഒന്ന് നോക്കുക. അപ്പം തലേ ദിവസം തന്നെ നമ്മൾ ഓഫീസിൽ പോകുന്നതിന് മുന്നേ തന്നെ നമ്മുടെ ഒരു കയ്യിൽ ഒരു സംഭവം ഉണ്ടായിരിക്കണം. അതായത് നമ്മൾ എന്താണ് നാളെ ഇനിയിപ്പോ ഒരു ലഞ്ച്, നമുക്കൊരു ചെറിയൊരു 15 മിനിറ്റ് ബ്രേക്ക് കിട്ടിയാൽ പോലും നമുക്ക് എന്ത് നോക്കണം എന്നുള്ള കാര്യം നമ്മുടെ കയ്യിൽ ഒരു ഐഡിയ ഉണ്ടായിരിക്കണം. എന്നിട്ടായിരിക്കണം നമ്മൾ നോക്കേണ്ടത്. എന്നിട്ട് എന്ത് ചെയ്യുക, അതൊന്ന് മാർക്ക് ചെയ്ത് വിട്ടേക്കാം, ഇനി ഇന്ന കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിയിട്ടുണ്ട്. ഇനി അതിലെന്തെങ്കിലും എനിക്ക് ഡൗട്ട് ഉണ്ട്, ഞാൻ മറന്നു പോകുന്ന കാര്യമാണെങ്കിൽ ജസ്റ്റ് നോട്ട്
നോട്ട് ചെയ്യുക. കയ്യിലെപ്പോഴും ഒരു എന്താണ് സ്റ്റിക്കി നോട്ട് നമ്മൾ കയ്യിൽ വെച്ചേക്കുക. മറന്നു പോകുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യുക. അത് എവിടെയെങ്കിലും സ്റ്റിക്ക് ചെയ്ത് വെക്കാം. അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് മൈക്രോ സെഷൻസ് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ആ ഒരു എന്താണ് സ്റ്റഡി നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. ഇനി അതല്ലാതെ പിന്നെ വരുന്നതെന്ന് വെച്ചാൽ PYQs ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഒരു കാര്യമാണ് PYQs. അപ്പൊ നിങ്ങൾ നെക്സ്റ്റ് എക്സാം, ഇപ്പൊ അടുത്ത് വരുന്ന എക്സാം തന്നെ നിങ്ങൾ എന്താണ് അറ്റൻഡ് ചെയ്യാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരു 5 to 7 വർഷം നമുക്ക് ചോദിച്ചിട്ടുള്ള PYQയുടെ CGL പേപ്പേഴ്സ് നിങ്ങൾക്ക് കളക്ട് ചെയ്ത് അത് ലാസ്റ്റ് 5 to 7 years ആണ് കളക്ട് ചെയ്താൽ നിങ്ങൾക്ക് ചെയ്തു നോക്കാം. കാരണം എസ് എപ്പോഴും റിപ്പീറ്റഡ് പാറ്റേൺസ് ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു എന്താണ് ഈ പറയുന്ന PYQs നമുക്ക് എടുത്ത് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പൊ ഒരുവിധം നമുക്ക് പാറ്റേൺ മനസ്സിലാവും, ക്വസ്റ്റ്യൻ എങ്ങനെ വരും എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാവും. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് റിവിഷൻ സൈക്കിൾ ആണ്. അത് ഡെയിലി റിവിഷൻ നമ്മൾ നടത്തിയിരിക്കണം. നമ്മളിപ്പം പഠിച്ച കാര്യങ്ങൾ ഡെയിലി ഒരു 15 മിനിറ്റ് റിവൈസ് ചെയ്യാം. 15 മിനിറ്റ് റിവൈസ് ചെയ്യുക. വീക്ക്ലി റിവിഷൻ നടത്തണം. അത് സൺഡേയിൽ നിങ്ങൾ റിവിഷൻ നടത്തിയാൽ മതി. എല്ലാ കാര്യങ്ങളും വീക്ക്ലി ഒന്ന് റിവൈസ് ചെയ്യുക. ഇന്ന കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തതെല്ലാം നമുക്ക് ഓക്കെ ആണെന്നുള്ള കാര്യങ്ങളൊന്ന് വീക്ക്ലി റിവൈസ് ചെയ്യുക. മന്ത്ലി റിവിഷൻസ് നടത്തുക. അങ്ങനെ നമ്മുടെ ഡെയിലി റിവിഷനും വീക്ക്ലി റിവിഷനും അതുപോലെ മന്ത്ലി റിവിഷനും നമ്മൾ നടത്തിയിരിക്കണം. അത് മസ്റ്റ് ആയിട്ട് നമ്മൾ ചെയ്തിരിക്കേണ്ട കാര്യമാണ്. ഇനി 2 hour ഡെയിലി റുട്ടീൻ നമുക്ക് എങ്ങനെയാണ് കൊണ്ടുപോകുന്നത് നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു 2 മണിക്കൂർ റുട്ടീൻ എടുക്കുകയാണ്. മോർണിംഗ് സെഷൻ ഞാൻ പറഞ്ഞു 30 to 45 മിനിറ്റ് ആണ്. അതിൽ ഞാൻ ജസ്റ്റ് ഒന്ന് ടൈം സ്പ്ലിറ്റ് ചെയ്ത് പറഞ്ഞിരിക്കുന്നതാണ്. 15 മിനിറ്റ് നമുക്ക് കറണ്ട് അഫയേഴ്സും GK നോക്കാം. അതായത് മന്ത്ലി കറണ്ട് അഫയേഴ്സ് നമുക്ക് ഇപ്പം വീക്ക്ലി വൈസ് വേണമെങ്കിൽ റിവൈസ് ചെയ്യാം, മന്ത്ലി വൈസ് വേണമെങ്കിൽ റിവൈസ് ചെയ്യാം. സ്റ്റാർട്ടിംഗ് GKയുടെ എന്താണ് ക്വിക്ക് റിവിഷൻസും കാര്യങ്ങളും ചെയ്യാം. ഇനി GK എന്ന് പറയുമ്പോൾ നമ്മുടെ ഹിസ്റ്ററി, പൊളിറ്റി അതൊക്കെ നമുക്ക് വരും. അതൊക്കെ നമുക്ക് ഓരോ ചാപ്റ്റേഴ്സ് ആയിട്ടോ എങ്ങനെയാന്ന് വെച്ചാൽ നമുക്ക് അത് എന്ത് ചെയ്യാൻ പറ്റും, അത് റിവൈസ് ചെയ്ത് എടുക്കാവുന്നതാണ്. ഇനി ബാക്കി 15 മിനിറ്റ് അല്ലെങ്കിൽ 20 മിനിറ്റ് ഇംഗ്ലീഷ് വൊക്കാബുലറി അല്ലെങ്കിൽ ഗ്രാമർ സെഷൻസ്. അപ്പൊ 10 ന്യൂ വേർഡ്സ് നമുക്ക് കളക്ട് ചെയ്യാം, ഇഡിയംസ് ഫ്രേസസ് കളക്ട് ചെയ്യാം, ഗ്രാമർ റൂൾസ് അല്ലെങ്കിൽ എറർ സ്പോട്ടിംഗ് ക്വസ്റ്റ്യൻസ് നമുക്ക് അവിടെ ചെയ്യാൻ പറ്റും. ഇങ്ങനെയായിരിക്കും നമ്മൾ മോർണിംഗ് സെഷൻസ് നമ്മൾ ചെയ്യേണ്ടത്. ഒരു 30 to 45 മിനിറ്റ്സ് നമ്മൾ അവിടെ സ്പെൻഡ് ചെയ്യണം. ഇനി ഈവനിങ് സെഷൻ ഞാൻ പറഞ്ഞ 1.5 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂറിൽ കോൺസെപ്റ്റ് ആണ് ബിൽഡ് ചെയ്യേണ്ടത്. അതിൽ മൺഡേയും ഞാൻ 2 ദിവസമാണ് കൊടുത്തിട്ടുള്ളത്. മൺഡേയും തേഴ്സ്ഡേയും ക്വാണ്ടേസ് ആയിട്ട് എടുക്കാം. എന്നിട്ട് 45 മിനിറ്റ്സ് നിങ്ങൾക്ക് കോൺസെപ്റ്റ് ലേണിംഗ് കൊടുക്കാം. ഇപ്പൊ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ പെർസെന്റേജ് റേഷ്യോ ഏത് വേണമെങ്കിലും എടുക്കാം കേട്ടോ. പ്രോഫിറ്റ് ആൻഡ് ലോസ്, ഓൾജിബ്ര, ടൈം ആൻഡ് വർക്ക്, ഇതിൽ ഏത് ചാപ്റ്റർ വേണമെങ്കിലും എടുക്കാം. കോൺസെപ്റ്റ് നിങ്ങൾക്ക് ഒരു 45 മിനിറ്റ് കോൺസെപ്റ്റ് അറിയാന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് ടൈം കളയേണ്ട, ഡയറക്റ്റ് ക്വസ്റ്റ്യനിലേക്കുള്ള ഇത് പോയാൽ മതി. അത് കഴിഞ്ഞൊരു 45 മിനിറ്റ് പ്രാക്ടീസ് എടുക്കാം. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പറയുന്ന ഡേയ്സ് നമുക്ക് കറക്റ്റ് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റും. അതിൽ നമുക്ക് ഡിഫിക്കൽട്ടി വരുന്ന ക്വസ്റ്റ്യൻസ് കാര്യങ്ങളൊക്കെ മാർക്ക് ചെയ്ത് വീണ്ടും ചെയ്ത് നോക്കാം. വീണ്ടും കോൺസെപ്റ്റുകൾ ക്ലിയർ ചെയ്യാനാണെങ്കിൽ കോൺസെപ്റ്റുകൾ ക്ലിയർ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് പിന്നെ വരുന്നത് ട്യൂസ്ഡേയും ഫ്രൈഡേയും ഞാൻ അവിടെ ഇംഗ്ലീഷും റീസണിങ്ങും എടുത്തു. റീസണിംഗ് എന്ന് പറഞ്ഞാൽ ഒരുവിധം നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പം അവിടെ നമുക്ക് ഈ പറയുന്ന 45 മിനിറ്റ് ഇംഗ്ലീഷിന് കൊടുക്കാം. റീഡിംഗ് കോംപ്രിഹെൻഷൻ ചെയ്യാൻ പറ്റും, ക്ലോസ് ടെസ്റ്റ് ചെയ്യാൻ പറ്റും, എറർ സ്പോട്ടിംഗ് ചെയ്യാൻ പറ്റും, സെന്റൻസ് ഇംപ്രൂവ്മെന്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഒരു 45 മിനിറ്റ്സ് റീസണിങ്ങിന് കൊടുക്കാം. റീസണിങ്ങിൽ ഈ പറയുന്ന കോൺസെപ്റ്റുകളൊക്കെ ക്ലിയർ ആണെന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ എന്ത് ചെയ്യാൻ പറ്റും, ഈ പറയുന്ന ടോപ്പിക്കുകളുടെ ക്വസ്റ്റ്യൻസ് ചെയ്താൽ മതി. കോൺസെപ്റ്റ് ക്ലിയർ അല്ല എന്നുണ്ടെങ്കിൽ കോൺസെപ്റ്റ് നോക്കിയതിന് ശേഷം ഏതൊക്കെ ടോപ്പിക്ക് കവർ ചെയ്യാൻ പറ്റും. ഇപ്പൊ ചിലപ്പോൾ 2 ടോപ്പിക്സ് കവർ ചെയ്യാൻ പറ്റുമായിരിക്കും, ചിലപ്പോൾ 3 ടോപ്പിക്സ് കവർ ചെയ്യാൻ പറ്റുമായിരിക്കും. നിങ്ങളുടെ ഇതിനനുസരിച്ചിട്ട് നിങ്ങളത് കവർ ചെയ്യാം. അത് ഏറ്റവും ലാസ്റ്റ് നമ്മൾ ഇതിനുള്ള സെഷണൽ ടെസ്റ്റുകൾ എടുത്ത് വേണം നിർത്താൻ, ആ ഒരു ഡേ നമ്മൾ നിർത്താൻ. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് വെനസ്ഡേ ആണ്. വെനസ്ഡേ എടുക്കുന്ന സമയത്ത് മിക്സഡ് പ്രാക്ടീസ് ക്വസ്റ്റ്യൻ എടുക്കണം. ഇപ്പം 30 മിനിറ്റ്സ് ക്വാൻസിന്റെ റിവിഷനിൽ നമ്മൾ ഫോർമുല റിവിഷൻസ്, ഷോർട്ട് ട്രിക്സ് കാര്യങ്ങളൊക്കെ, അതായത് മിക്സ്ഡ് ആയിട്ട് വരുന്ന പ്രാക്ടീസ് എന്താണ് സെഷൻസ് എടുക്കുക. ക്വാണ്ട് റിവിഷൻ എടുക്കുമ്പോൾ 30 മിനിറ്റ് നമുക്ക് റീസണിങ് പ്രാക്ടീസ് എടുക്കാം. സ്പീഡ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ ചെയ്യാം. 30 മിനിറ്റ്സ് ഇംഗ്ലീഷ് സെക്ഷണൽ ടെസ്റ്റ് എടുക്കാം. ഇപ്പൊ RCO ഏതെങ്കിലും ക്ലോസ് ടെസ്റ്റോ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് 30 മിനിറ്റ് ഇംഗ്ലീഷിന്റെ സെഷണൽ ടെസ്റ്റ് എടുക്കാം. അങ്ങനെ നമുക്ക് ഇതിപ്പോ ഞാൻ എന്റെ ഇത് വെച്ചിട്ടാണ് ഓരോ ഡേയ്സ് വെച്ചിട്ടുള്ളത്. നിങ്ങൾ ഇതിനനുസരിച്ചിട്ട് ഇത് മാറ്റം വരുത്താവുന്നതാണ്. ഇനി സാറ്റർഡേ പ്ലാൻ വരുമ്പോൾ ഞാൻ പറഞ്ഞു ഫ്ലെക്സിബിൾ ആയിട്ട് ഒരു 3 to 4 hours നമ്മളവിടെ പഠിച്ചിരിക്കണം. കാരണം ഈ പറയുന്ന ജോലിയൊക്കെ ഉള്ളവരുണ്ടാവും ഈ പറയുന്ന സാറ്റർഡേയിലും. ഓക്കെ, അതിൽ സെഷൻ 1 എന്ന് പറഞ്ഞാൽ ഫുൾ ലെങ്ത് മോക്ക് ടെസ്റ്റ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഫുൾ ലെങ്ത് മോക്ക് ടെസ്റ്റ് ചെയ്തില്ലെങ്കിലും ആദ്യമായിട്ടൊക്കെ ചെയ്യുന്ന സമയത്ത് സെക്ഷണൽ ടെസ്റ്റുകൾ ചെയ്താൽ മതി. ഒരു 1, 2, 3 സെക്ഷണൽ ടെസ്റ്റുകൾ ചെയ്യാം. ഇനി ഫുൾ ലെങ്ത് മോക്ക് ടെസ്റ്റുകൾ ചെയ്യാൻ പറ്റുന്ന കുട്ടികളാണ്
നിങ്ങൾ ഒരുവിധം കവർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഫുൾ ലെങ്ത് മോക്ക് ടെസ്റ്റ് എഴുതുക. ഏതെങ്കിലും ഒരു PYQയുടെ CGL PYQ എടുത്തിട്ട് ചെയ്താൽ മതി. എന്നിട്ട് എന്ത് ചെയ്യുക, അതിനെ അനലൈസ് ചെയ്യുക. നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി എന്നുള്ള കാര്യം നോക്കുക, അനലൈസ് ചെയ്യുക. ഇതെല്ലാം ടൈമർ ഇട്ട് വേണം ചെയ്യാൻ കേട്ടോ. ഇപ്പൊ 2 hour എക്സാം ആണെന്നുണ്ടെങ്കിൽ 2 hour ഇട്ട് ചെയ്യാം. അപ്പൊ നമുക്ക് വരുന്നത് 1.5 ആണ് വരുന്നത്. അപ്പം അതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പറയുന്ന ടൈമർ ഇട്ടിട്ട് നമ്മൾ ചെയ്യാം. സെഷൻ 2 എന്ന് പറഞ്ഞാൽ മോക്ക് അനാലിസിസ് ആണ്. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ മാർക്ക് ഇട്ടിട്ട് നമുക്ക് തെറ്റിപ്പോയ കാര്യങ്ങൾ ഉണ്ടാവില്ലേ, അതിനൊന്ന് അനലൈസ് ചെയ്യുക. എന്തിനാണ് നമ്മൾ, അതായത് നമുക്ക് എന്തുകൊണ്ടാണ് മിസ്റ്റേക്സ് വന്നു എന്നുള്ള കാര്യം അനലൈസ് ചെയ്യുക. എവിടെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ടൈം കൺസ്യൂം ചെയ്യുന്ന ഏരിയ, അതുപോലെ ഏതാണ് എന്റെ വീക്ക് ടോപ്പിക്സ്, ഇത്രയും കാര്യങ്ങൾ അനലൈസ് ചെയ്ത് എടുത്താൽ തന്നെ നമുക്ക് ബാക്കി നമ്മുടെ സ്റ്റഡീസിൽ മാറ്റം വരുത്താവുന്നതാണ്. സെഷൻ 3 എന്ന് പറഞ്ഞാൽ വീക്ക് ഏരിയ റിവിഷൻസ് ആണ് പിന്നെ വരുന്നത്. അതായത് നമ്മൾ ഏത് പാർട്ടാണോ വീക്ക് ഏരിയ ആയിട്ട് വന്നിട്ടുള്ളത് അത് റിവൈസ് ചെയ്യുക. എവിടെയാണ് മിസ്റ്റേക്ക് വന്നിട്ടുള്ളത് അത് നമ്മൾ അനലൈസ് ചെയ്യുക. ടൈം കൺസ്യൂം ചെയ്ത ഏരിയ ഏതാണോ അത് നമ്മൾ ടൈം കറക്റ്റ് ആയിട്ട് മാനേജ് ചെയ്യുന്ന രീതിക്ക് ആ ഏരിയാസിനെ കൊണ്ടെത്തിക്കുക എന്നുള്ളതാണ് നമ്മൾ ആ സെഷൻ 3 ചെയ്യേണ്ടതായിട്ടുള്ളത്. അപ്പൊ ഇങ്ങനെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് പോവാം. ഓക്കെ, ഇനി നമ്മുടെ സൺഡേ പ്ലാനിൽ വരുമ്പോൾ ഞാൻ പറഞ്ഞു 5 to 7 hours എടുക്കണം. അതിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ഈ പറയുന്ന സംഭവങ്ങൾ ചെയ്യാം. അതായത് റിവിഷൻസ് നമ്മൾ എന്തായാലും ചെയ്യണം, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എന്തായാലും ചെയ്യണം. അതിനൊപ്പം ക്വാൻസിന്റെ ടോപ്പിക്സ് കവർ ചെയ്യാനുണ്ടെങ്കിൽ അത് കവർ ചെയ്യാം. ഇംഗ്ലീഷോ റീസണിംഗ് ഒക്കെ കവർ ചെയ്യാനുണ്ടെങ്കിൽ അത് കവർ ചെയ്യാം. 1 മണിക്കൂർ എന്തായാലും PYQസിന്റെ ടോപ്പിക് വൈസ് നിങ്ങളത് സോൾവ് ചെയ്തിരിക്കണം. പിന്നെ റിവിഷൻസ് നമ്മൾ എടുത്തിരിക്കണം. ഫോർമുലാസ്, വൊക്കാബുലറി, എറർ, അതുപോലെ ഈ പറയുന്ന കറണ്ട് അഫയേഴ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഈ പറയുന്ന റിവിഷൻസും കാര്യങ്ങളൊക്കെ കൊണ്ടുപോകാം. റിവിഷൻസ് മസ്റ്റ് ആയിട്ട് ആ ഒരു വീക്ക് എന്താണോ നിങ്ങൾ പഠിച്ചിട്ടുള്ള ആ റിവിഷൻസ് നിങ്ങൾ എടുത്തിരിക്കണം. ഓക്കെ, ഇനി ഇതിനകത്ത് ഞാൻ കൊടുത്തിട്ടുള്ള ഒരു കുഞ്ഞൊരു സ്റ്റഡി പ്ലാൻ ആണ് ഈ കാണിച്ചിട്ടുള്ളത്. അപ്പൊ ഈ സ്റ്റഡി പ്ലാൻ എന്ന് പറയുന്നത്, ഇതിനകത്ത് ടൈം ഞാൻ എന്റെ ഒരു ഇതിൽ വെച്ചിട്ടാണ് ഞാൻ കൊടുത്തത്. വീക്ക് ഡേയ്സിന്റെ സ്റ്റഡി ഞാൻ എന്റെ ഒരു ഇതിൽ വെച്ചിട്ടാണ് കൊടുത്തിട്ടുള്ളത്. 5:30 to 6:30 ഞാനത് ഓരോന്നായിട്ട് അത് പറയുന്നുണ്ട്. ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, 7 to 7:30 വൊക്കാബുലറി, ഇംഗ്ലീഷ്. നിങ്ങൾക്ക് പഠിക്കുന്നതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് മാറ്റാം. ഇനി വീക്കെൻഡ് വരുന്ന സമയത്ത് മോർണിംഗും ഈവനിങ്ങും വരുന്ന രീതിക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പം ടൈമിങ്സ് ഒക്കെ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യാവുന്നതാണ്. അത് കറക്റ്റ് ആയിട്ട് തന്നെ എന്ത് ചെയ്യാം, മെയിൻറ്റെയിൻ ചെയ്ത് പോവാം. ഓക്കെ, ഇനി സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ എപ്പോഴും നമുക്ക് കൺസിസ്റ്റന്റ് ആയിരിക്കണം. നമ്മൾ പെർഫെക്റ്റ് അല്ലെങ്കിൽ കൂടി നമ്മൾ കൺസിസ്റ്റന്റ് ആയിരിക്കണം. പിന്നെ എന്താണ്, ഒരു സ്കെഡ്യൂൾ നമ്മൾ എപ്പോഴും ഫോളോ ചെയ്യണം. കാരണം എന്താന്ന് വെച്ചാൽ എല്ലാം കൂടെ മിക്സപ്പ് ആയിട്ട് പഠിച്ചാൽ നമുക്ക് ഒന്നും തന്നെ എത്തില്ല. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം മൺഡേ ആൻഡ് തേഴ്സ്ഡേ ക്വാൻസ് ആണെങ്കിൽ അത് അങ്ങനെ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്ത് പഠിക്കുക. അങ്ങനെ ചെയ്ത് പഠിച്ചാൽ മാത്രമേ നമുക്ക് ഈ പറയുന്ന കാര്യങ്ങൾ എന്താണ്, ബാക്കിയുള്ളത് മൾട്ടി ടാസ്കിങ് ആണ്. ഇപ്പൊ എല്ലാം കൂടെ ഒരുമിച്ച് പഠിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ തലയിൽ ഒന്നും ഇരിക്കാൻ പോകുന്നില്ല. അപ്പൊ നമുക്ക് ഭയങ്കര ക്ലിയർ ആയിട്ടും ഒരു സ്കെഡ്യൂള് ഫോളോ ചെയ്ത് പഠിക്കാം. പിന്നെ കോൺസെപ്റ്റുകൾ ഫോക്കസ് ചെയ്യുക, പ്രാക്ടീസ് ചെയ്തിരിക്കണം. ഓക്കെ, റിവൈസ്, ഡെയിലി റിവിഷനും കാര്യങ്ങളൊക്കെ നടന്നിരിക്കണം. ഷോർട്ട് നോട്ട്സ് ക്രിയേറ്റ് ചെയ്യുന്ന കാര്യം മറക്കരുത്. അത് നമ്മുടെ ഏറ്റവും നല്ലൊരു കാര്യമാണ് ഷോർട്ട് നോട്ട്സ് ക്രിയേറ്റ് ചെയ്യാന്നുള്ളത്. പിന്നെ മോക്ക് ഞാൻ പറഞ്ഞതുപോലെ നമുക്ക് വീക്ക് ഡേയ്സിലൊക്കെ മോക്ക് നമുക്ക് ചെയ്യാവുന്നതാണ്. അതിനെ നല്ലപോലെ അനലൈസ് ചെയ്യണം. അതുപോലെ തന്നെ കറണ്ട് അഫയേഴ്സ് എപ്പോഴും സ്റ്റേ അപ്ഡേറ്റഡ് ആയിരിക്കണം. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ വളരെ ക്ലിയർ ആയിട്ട് നിങ്ങൾ നോക്കിയിരിക്കണം. ഇനി ഇവിടെ മന്ത് വൈസ് റോഡ് മാപ്പ് എന്ന് പറഞ്ഞ് 4 to 6 months കൊടുത്തിട്ടുണ്ട്. അത് ബിഗിനേഴ്സ് ലെവലിനാണ് ഞാനത് കൊടുത്തിട്ടുള്ളത്. അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് ഒരു വീഡിയോയിൽ ഞാനത് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. എങ്ങനെയാണ് ഒരു മന്ത് വൈസ് വരുന്ന ഒരു ഡീറ്റെയിൽഡ് റോഡ് മാപ്പ് എന്താന്ന് പറഞ്ഞുതരാം. സബ്ജക്ട് വൈസ് എങ്ങനെയാണ് ഫോക്കസ് ചെയ്യുന്നത് എന്നുള്ള കാര്യമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് അവിടെ ടോപ്പിക്സ് കവർ ചെയ്യേണ്ടത് നമ്പർ സിസ്റ്റം, ഓൾജിബ്ര, ജോമെട്രി, മെൻസുറേഷൻ, DI, അരിത്തമെറ്റിക്, അത്രയും മാത്രമല്ല. ഞാൻ ജസ്റ്റ് ഒരു ടോപ്പിക്സ് പറഞ്ഞെന്നുള്ളൂ. അതിന് നമുക്ക് ടൈം അലോക്കേഷൻ എങ്ങനെ കൊടുക്കാം, 30 to 45 minutes ഡെയിലി എന്നുള്ള രീതിക്ക് നമുക്ക് അവിടെ കൊടുത്തും ചെയ്യാം. ഓക്കെ, ഇനി ഇഫക്റ്റീവ് സ്റ്റഡി ടിപ്സുകൾ നമുക്ക് നോക്കുകയാണെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞ വീക്കിലി ഗോൾസ് നമ്മൾ, അതുപോലെ നമ്മളെ പ്രോഗ്രസ് ട്രാക്ക് ചെയ്യണം, ഗോൾസ് നമ്മൾ സെറ്റ് ചെയ്യുക, ഷോർട്ട് നോട്ട്സ്, ഫോർമുലാസ് കാര്യങ്ങൾ നമ്മൾ ചെയ്തിരിക്കുക, പ്രീവിയസ് ഇയർ പേപ്പേഴ്സ് ലാസ്റ്റ് 5 years സോൾവ് ചെയ്യാനുള്ളത് കാര്യങ്ങൾ നോക്കുക, സെഷണൽ ടെസ്റ്റുകൾ നോക്കുക. പിന്നെ എന്താണ്, നമ്മുടെ എല്ലാ, അതായത് നമുക്ക് കിട്ടുന്ന ടൈമുകളെല്ലാം നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യണം. ഇപ്പൊ ഒരു ദിവസം നിങ്ങൾക്ക് 2 മണിക്കൂറേ പഠിക്കാൻ പറ്റുള്ളൂ, നിങ്ങൾ 2 മണിക്കൂർ പഠിക്കാം. നിങ്ങൾക്ക് ആ 2 മണിക്കൂർ പഠിച്ചാൽ മതി. ഡെയിലി ഇപ്പൊ ഏതെങ്കിലും ഒരു ദിവസം 15 മിനിറ്റ് പഠിക്കാൻ പറ്റില്ല, 15 മിനിറ്റ് നിങ്ങൾ പഠിക്കണം. ആ ടൈം നമ്മൾ അവിടെ യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മളവിടെ ചെയ്യേണ്ടതായിട്ടുള്ളത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത്. അപ്പൊ ഈ ഒരു സ്റ്റഡി പ്ലാൻ ഞാൻ ഇതിനകത്ത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്ക്. അപ്പം നന്നായിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്തു പോവാം. പിന്നെ ചെക്ക് ലിസ്റ്റുകൾ നിങ്ങൾ ചെയ്തു വെച്ചിരുന്നാൽ ഏറ്റവും നല്ലതാണ് കേട്ടോ. ചെക്ക് ലിസ്റ്റ്, ഇപ്പം ചെക്ക് ലിസ്റ്റിൻ്റെതും ഞാൻ ജസ്റ്റ്, ഓക്കെ, ചെക്ക് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല.
ഇപ്പോൾ നിങ്ങളിപ്പം മൺഡേ ആൻഡ് തേഴ്സ്ഡേ ക്വാൻസ് ആണല്ലോ പഠിക്കുക. അപ്പം ക്വാൻസിന്റെ ഒരു ചെക്ക് ലിസ്റ്റ് എടുക്കാം. അതിനകത്ത് നമ്പർ സിസ്റ്റം, ആവറേജ്, അങ്ങനെ നമ്മുടെ ടോപ്പിക്സ് എല്ലാം ഇട്ടിട്ട് എന്താണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത് അതെല്ലാം നമുക്ക് ടിക്ക് ചെയ്ത് നമുക്ക് ടിക്ക് ചെയ്ത് പോവാം. അങ്ങനെ ടിക്ക് ചെയ്ത് പോകുമ്പോൾ നമുക്ക് ഏതൊക്കെ പഠിച്ചു, നമ്മൾ ഏതൊക്കെ റിവൈസ് ചെയ്തു എന്നുള്ള കാര്യം നമുക്കത് മനസ്സിലായി. ഇപ്പൊ ഒരു വീക്കിൽ ചെക്ക് ലിസ്റ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ ക്രിയേറ്റ് ചെയ്ത് വെക്കാം. ഇപ്പൊ മൺഡേ തേഴ്സ്ഡേ ക്വാൻസ് ആണ്, അതുപോലെ എന്താണ് ഫ്രൈഡേയും ഏതോ ഓൾറെഡി നമ്മൾ റീസണിങ് ഇംഗ്ലീഷ് പറഞ്ഞു. അതൊക്കെ നമ്മളിങ്ങനെ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തിട്ട് ഇന്ന നമ്മൾ വിചാരിച്ച കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ നേരത്തെ എഴുതുക. എന്നിട്ട് അതിൽ ഏതൊക്കെ നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്, നമ്മൾ സൺഡേ റിവിഷൻ നടത്തിയിട്ടുണ്ടോ എങ്കിൽ ടിക്ക് കൊടുക്കുക, സാറ്റർഡേ നമ്മൾ ഈ പറഞ്ഞ കാര്യം ചെയ്തിട്ടുണ്ടോ എങ്കിൽ ടിക്ക് കൊടുക്കുക. അപ്പൊ ഏതാണ് നമുക്ക് അതിൽ പെൻഡിങ് വന്നത് അത് നമ്മൾ പിന്നെ നോക്കിയാൽ മതി. അങ്ങനെ ചെക്ക് ലിസ്റ്റുകൾ ചെയ്യാൻ പറ്റും. വീക്കിലി പ്ലാനേഴ്സ് ഞാൻ ഇതിനകത്ത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വീക്കിലി പ്ലാനർ കൊടുത്തേക്കാം. ആ വീക്കിലി പ്ലാനർ അനുസരിച്ച് നിങ്ങൾക്ക് അത് ആ വീക്ക് കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യാൻ പറ്റും. അപ്പൊ ഇത്രയും കാര്യങ്ങൾ വളരെ നീറ്റായിട്ട് തന്നെ ചെയ്ത് പോവാ, കൺസിസ്റ്റന്റ് ആയിട്ട് തന്നെ ഇരിക്കുക, ഒരിക്കലും ഒരിടത്ത് ബ്രേക്ക് വരാത്ത രീതിയിൽ നമ്മളത് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും മെയിൻ ആയിട്ട് വരേണ്ടത്. ഇനി നിങ്ങൾക്കിപ്പോ എവിടെ നിന്നാണ് സോഴ്സസ്, ഈ പഠിക്കാനുള്ള സോഴ്സസും കൂടെ വേണമല്ലോ. നമുക്കിപ്പം പഠിക്കേണ്ട ഇപ്പൊ മോക്ക് ടെസ്റ്റുകൾ ചെയ്യണമെങ്കിൽ സോഴ്സ് വേണം, സെഷണൽ ടെസ്റ്റുകൾ ചെയ്യണമെങ്കിൽ സോഴ്സ് വേണം. അപ്പോൾ ഈ വർക്കിനിടയിൽ എനിക്ക് ഇവിടുന്ന് കിട്ടും ഈ സാധനങ്ങൾ കണ്ടുപിടിക്കാനൊക്കെ ടൈം വേണ്ടേ? അപ്പോ അതിന് നമ്മളെ എൻട്രിയിൽ നിങ്ങൾക്ക് SCGLന്റെ കോഴ്സും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. വർക്കിംഗ് പ്രൊഫഷണൽസിന് വേണ്ടിയിട്ടും കോഴ്സ് കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഇപ്പൊ നൈറ്റിൽ പഠിക്കുന്ന രീതിക്കും ഏർലി മോർണിംഗ് പഠിക്കുന്ന രീതിക്കും ഒക്കെ നമുക്ക് അതിനകത്ത് അവൈലബിൾ ആണ്. മോക്ക് ടെസ്റ്റുകൾ അവൈലബിൾ ആണ്, സെഷണൽ ടെസ്റ്റുകൾ അവൈലബിൾ ആണ്. അങ്ങനെ എന്തൊക്കെയുണ്ടോ അതെല്ലാം നിങ്ങൾക്ക് ഇതിനകത്ത് അവൈലബിൾ ആണ്, ഈ ഒരു കോഴ്സിനകത്ത് അവൈലബിൾ ആണ്. അപ്പൊ ഈ കോഴ്സിനെ പറ്റി നിങ്ങൾക്ക് കുറെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയേണ്ടതായിട്ട് വരും. എങ്ങനെയാണ് ഇത് വരേണ്ടത്, എങ്ങനെയാണ് ആ ക്ലാസ്സും കാര്യങ്ങളൊക്കെ പോകുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങളൊക്കെ അറിയേണ്ടതായിട്ട് വരും. ഇതിനകത്ത് നമുക്ക് റെക്കോർഡ് ക്ലാസ്സുകളും ലൈവ് ക്ലാസ്സുകളും വരും. ലൈവ് ക്ലാസ്സുകൾ നിങ്ങളുടെ ടൈമിംഗ് അനുസരിച്ചിട്ടായിരിക്കും നമുക്ക് ലൈവ് ക്ലാസ്സുകൾ വരിക. അതായത് വർക്കിംഗ് പ്രൊഫഷണൽസിന്റെ ടൈമിംഗ് അനുസരിച്ചായിരിക്കും ലൈവ് ക്ലാസ് വരിക. അപ്പൊ റെക്കോർഡ് സെഷൻസ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അപ്പൊ നിങ്ങൾക്ക് ഏത് സമയത്ത് വേണമെങ്കിലും നിങ്ങൾക്ക് റെക്കോർഡ് സെഷൻസ് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ വരുന്ന കുറേ കാര്യങ്ങൾ നമ്മുടെ ഈ ബാഷിനകത്തുണ്ട്. അപ്പൊ ബാഷിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അറിയണം എന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് വിളിച്ച് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. 7736122115 എന്ന നമ്പറിലേക്ക് വിളിച്ച് കോൺടാക്ട് ചെയ്യുക. അപ്പോൾ എന്തായാലും നിങ്ങളുടെ ഈ ഒരു ലോങ് ജേർണിക്ക് നമ്മളൊപ്പം ഉണ്ട്. അപ്പൊ നമ്മളോടൊപ്പം ചേരുക. ബാച്ചസും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ചേർന്ന് നന്നായിട്ട് തന്നെ നമ്മുടെ എക്സാംസ് പ്രാക്ടീസ് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളിലേക്ക് പോവാട്ടോ. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. അടുത്ത വീഡിയോയിൽ നമുക്ക് പുതിയ സെഷൻ ആയിട്ട് കാണാം. അപ്പൊ ഇതുവരേക്കും താങ്ക് യു, ബൈ.